ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. IPLന്റെ റീടെൻഷൻ ഡേ അടുത്ത് വരികയാണ്. അതായത് നവംബർ 15-ാം തീയതിയാണ് ഇത് നമുക്ക് അറിയാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ റാഷിദ് ഖാനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരുന്നു. അതായത് ന്യൂസ് 18 ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. റാഷിദ് ഖാനെ ഗുജറാത്ത് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയും റവ് സ്പോർട്സ് ഗ്ലോബലും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് റാഷിദിനെ കൈവിടാൻ ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഉദ്ദേശിക്കുന്നില്ല. കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു മിഡിൽ ഓർഡർ ബാറ്ററെയും ഫാസ്റ്റ് ബൗളറെയും കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഗുജറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ESPN ക്രിക്കിൻഫോ LSGയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. സൂപ്പർ താരമായ ഡേവിഡ് മില്ലറിനെ ഒഴിവാക്കാൻ ഇപ്പോൾ അവർ ആലോചിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം മില്ലറിന് 7.5 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു LSG സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ 11 മത്സരങ്ങളിൽ നിന്ന് കേവലം 153 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ റിലീസ് ചെയ്ത് പകരം മികച്ച ഒരു വിദേശ താരത്തെ കൊണ്ടുവരാനാണ് LSG ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി റവ് സ്പോർട്സ് ഗ്ലോബൽ നൽകിയിട്ടുണ്ട്. അതായത് ക്യാപ്റ്റൻ രഹാനെ അതുപോലെ തന്നെ സൂപ്പർ താരമായ വെങ്കടേഷ് അയ്യർ, ഈ 2 താരങ്ങളെയും റിലീസ് ചെയ്യാൻ കൊൽക്കത്ത ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം റിങ്കു സിംഗ്, രമൺദീപ് സിംഗ്, ഹർഷിത് റാണ, സുനിൽ നരൈൻ, ആന്ദ്ര റസൽ, അങ്ക്രിഷ് രഘുവൻഷി, വൈഭവ് അറോറ, വരുൺ ചക്രവർത്തി എന്നിവരെയൊക്കെ നിലനിർത്താനും ഇവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 40 കോടി രൂപയോളമായിരിക്കും KKRന്റെ പേഴ്സിൽ ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ കാമറൂൺ ഗ്രീനിനെ സ്വന്തമാക്കാൻ വേണ്ടി അവർ ഇപ്പോൾ തീരുമാനിച്ചുവെന്നും റവ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊൽക്കത്തയുടെ ഒരു പ്ലാനുകൾ വരുന്നത്. ഏതായാലും നവംബർ 15-ാം തീയതിയോടുകൂടി ഇക്കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വ്യക്തത ലഭിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.